വി എസ് വെരി ഗുഡ് മോർണിംഗ്. ചേലക്കരയിൽ ശാന്ത ചേച്ചി ലക്ഷ്മി ചേച്ചി വോട്ട് ചെയ്യാൻ വന്നു. എന്താണ് വയനാട്ടിലെ അവസ്ഥ? പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ പ്രചണ്ഡ പ്രചരണമായിരുന്നു. ആ പ്രചരണമൊക്കെ പോളിംഗ് പെർസെൻറ്റേജിൽ പ്രതിഫലിക്കുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്താണ് വി എസ് രഞ്ജിത്ത് വയനാട്ടിലെ അവസ്ഥ? ചെറിയ തണുപ്പുണ്ടോ? ഡോക്ടർ, നല്ല തണുപ്പാണ്. ചേലക്കരയെ പോലെയല്ല, തെരഞ്ഞെടുപ്പ് ചൂടും ഇവിടെ കുറവാണ്. അതുപോലെ തന്നെ ഈ തണുപ്പും രാവിലെ ഉണ്ട്. ചേലക്കരയിൽ കടുത്ത പോരാട്ടമാണ്. ഇവിടെ ഒരു ഏകപക്ഷീയമായ മത്സരത്തിൻ്റെ ഒരു അലസത തുടക്കം മുതൽ തന്നെയുണ്ട്. ഏതായാലും വയനാട്ടിൽ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 73% പോളിംഗ് ഉണ്ടായിരുന്നത്, പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ 2019 80%-ലധികം പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ഇത്തവണയും വലിയ പോളിംഗിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും ഉള്ളത്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ മത്സരമാണ്, ഉപതെരഞ്ഞെടുപ്പാണ്. വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോക്ക് പോളിംഗ് നടക്കുകയാണ്. മോക്ക് പോളിംഗിൻ്റെ മോക്ക് പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 84 അതിൻ്റെ മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 14,71,742 വോട്ടർമാരാണുള്ളത്. കഴിഞ്ഞ തവണ അത് 13.5 ലക്ഷമായിരുന്നു. 13,57,000 ചില്ലുവാനായിരുന്നെങ്കിൽ ഇത്തവണ വോട്ടർമാരുടെ എണ്ണത്തിൽ കൂടുതലുണ്ടായിട്ടുണ്ട്. 14,71,742 വോട്ടർമാരുണ്ട്. ഈ വയനാട്ടിലൊരു പ്രത്യേകത, ഗൾഫിലൊക്കെയുള്ള വോട്ടർമാരെക്കാൾ കൂടുതൽ ഇവിടുത്തെ അയൽ സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അതായത് തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്കുള്ള അയൽ ജില്ലകളിലേക്ക് പോയി ജോലി ചെയ്യുന്നവരുണ്ട്. ബാംഗ്ലൂരു പോലുള്ള നഗരങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പാർട്ടികളൊക്കെ അവരുടെ വോട്ടർമാരെ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, ചൂരൽമലയിലെ ആളുകൾക്ക് വേണ്ടി, ചൂരൽമലയിലെ അവിടുത്തെ വാർഡുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി മേപ്പാടി സ്കൂളിൽ പോളിംഗ് സ്റ്റേഷൻ ഒരുക്കിയിട്ടുണ്ട്. ദുരന്തമുണ്ടായിട്ടുള്ള നമുക്ക് 10-12 വാർഡുകൾ ഈ ചൂരൽമലയിലുള്ള 2 വാർഡുകൾക്ക് വേണ്ടി മേപ്പാടി സ്കൂളിൽ പ്രത്യേകമായിട്ട് തന്നെ പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ അതീവ പ്രശ്നബാധിത ബൂത്തുകളായി 2 ബൂത്തുകൾ കണക്കാക്കുന്നു. അതുപോലെ പ്രത്യേക സുരക്ഷ വേണ്ട 11 ബൂത്തുകളുണ്ട്. മാവോയിസ്റ്റ് സാന്നിധ്യം, അതുപോലെ മാവോയിസ്റ്റ് ഭീഷണിയൊക്കെയുള്ള ബൂത്തുകളാണത്. 10-12 വാർഡുകളാണ്, ചൂരൽമലയിലെ 10-12 വാർഡുകളാണ്. ഇവർക്ക് വേണ്ടി മേപ്പാടി സ്കൂളിൽ പ്രത്യേക പോളിംഗ് ബൂത്ത് തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാരണം ഈ 10-12 വാർഡുകളിൽ നേരത്തെ താമസിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അവരൊക്കെ ഈ മേപ്പാടി സ്കൂളിലെത്തി പോളിംഗ് വോട്ട് രേഖപ്പെടുത്താനാണ് സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും 3 സ്ഥാനാർത്ഥികളും കൊടുമ്പിരി കണ്ട പ്രചരണം ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ആലസ്യം എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രചരണം നടത്തി. നമ്മൾ പ്രിയങ്ക ഗാന്ധി തന്നെ 10-13 ദിവസം വയനാട്ടിൽ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനം നടത്തി. അവർക്ക് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പോകാനുണ്ടായിരുന്നെങ്കിലും വയനാട്ടിൽ അവർ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും എത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. അതുപോലെ BJP സംബന്ധിച്ച് അവരെ നവ്യ ഹരിദാസിനെ പോലൊരു സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്ത് ഇറക്കിയത്. എന്നിട്ടും അവർ എല്ലാ സ്ഥലങ്ങളിലും, കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേരിട്ട് മത്സരിച്ച മണ്ഡലമാണ്. ഇത്തവണ നവ്യ ഹരിദാസ് പോലെ മഹിളാ മോർച്ചയുടെ നേതാവ് മത്സരിച്ചിട്ട് പോലും വലിയ തോതിലുള്ള പ്രചരണം BJP നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ച് അവരുടെ വളരെ മുതിർന്ന നേതാവ് സത്യൻ മുഖേരിയെ കളത്തിലിറക്കി 2014 38% വോട്ട് പിടിച്ച സത്യൻ മുഖേരി പോളിംഗ് പെർസെന്റേജ് ഉയരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേലക്കരയിലെയും വയനാട്ടിലെയും പല ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. എല്ലാ ബൂത്തുകളിലും ഏകദേശം മോക്ക് പോളുകൾ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ വയനാട്ടിലേക്ക് ഒരിക്കൽ കൂടി ഇത് പോകുന്നു. 14,71,742 വോട്ടർമാരാണ് വയനാട്ടിൽ വിധി എഴുതാൻ വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലാകട്ടെ 2,13,103 വോട്ടർമാരാണ് വിധി എഴുതാൻ വേണ്ടി വരുന്നത്.